മക്കളെ നമ്മള് ഏജ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു അല്ലെ പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മള് പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷൻ എന്താന്ന് പഠിച്ചു, പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷൻ പഠിച്ചു. പിന്നെ എന്താ നമ്മൾ പഠിച്ചത്, നമ്മള് അന്നത്തെ കണ്ടീഷൻ അല്ലെ ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെങ്കിൽ ബിഫോർ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരുന്നതിന് മുമ്പ് എന്തൊക്കെ ചേഞ്ചസ് ആണ്, അവിടെ ഒരു ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന ചേഞ്ചസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ആ ഒരു ട്രഡീഷണൽ മെത്തേഡ്സ് മാറിയിട്ട് ആ ഒരു മെഷീൻ്റെ ഒരു ഇന്റർവെൻഷൻ എങ്ങനെയായിരുന്നു അല്ലെ, മെഷീനിന്റെ ഒരു എന്താ പറയാ ഒരു ഡിസ്കവറി എങ്ങനെയാണ് നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷനിലേക്ക് ലീഡ് ചെയ്യുന്നതെന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. അതിന്റെ സ്റ്റാർട്ടിങ്ങിലായിട്ട് നമ്മൾ ചാപ്റ്ററിൽ ഇൻട്രഡക്ഷൻ ആയിട്ട് 2 ഇമേജസും കൂടെ ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുന്നതാണ് ഹാൻഡ് ലേബർ ആൻഡ് സ്റ്റീം പവർ. ഹാൻഡ് ലേബറും സ്റ്റീം പവറും. In Victorian Britain, there was no shortage of human labor. Poor peasants and vagrants moved to the cities in large numbers in search of jobs, waiting for work. There is plenty of labor, wages are low. അപ്പം വിക്ടോറിയൻ ബ്രിട്ടൻ റൂൾ ചെയ്യുന്ന സമയത്ത്, വിക്ടോറിയൻ ബ്രിട്ടന്റെ സമയത്ത് എന്താ അവിടെ സംഭവിക്കുന്നത്, അവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അല്ലെ. തൊഴിലിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, അവർക്ക് ചെയ്യാൻ ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് കിട്ടുന്ന വേജസ് എന്തായിരുന്നു, ലോ ആയിരുന്നു അല്ലെ. വേജസ് ഭയങ്കര കുറവായിരുന്നു. ആൻഡ് poor peasants and vagrants, അപ്പൊ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരും കുറച്ച് പെസൻസ് ആയിട്ട് പൈസയൊന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്തു, moved to the cities in large numbers in search of jobs. അപ്പം ഈ പൈസയൊന്നും ഇല്ലാത്ത ആൾക്കാര് സിറ്റീസിലേക്ക് എന്ത് ചെയ്യാണ്, ജോബ് അന്വേഷിച്ചിട്ട് പോവാണ് അല്ലെ. അവർക്ക് ഒരുപാട് ജോലിയൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ എന്താണ്, അവർക്ക് കിട്ടിയിരിക്കുന്ന വേജ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഭയങ്കര കുറവായിരുന്നു. ആൻഡ് അവർ എന്നിട്ട് എന്ത് ചെയ്യാണ്, അവര് ജോലി തേടിയിട്ട് പെസൻസും ആൾക്കാരൊക്കെ എന്ത് ചെയ്യാണ്, സിറ്റിയിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇൻഡസ്ട്രിയലിസ്റ്റ് ഹാഡ് നോ പ്രോബ്ലം ഓഫ് ലേബർ ഷോർട്ടേജ് ഓർ ഹൈ വേജ് കോസ്റ്റ്. അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇൻഡസ്ട്രിയലിസ്റ്റിന് എന്തെങ്കിലും ഒരു പഞ്ഞമുണ്ടോ, തൊഴിലാളികളെ കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ഞമുണ്ടോ, ഇല്ല അല്ലെ. അവർക്ക് പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ കൺട്രി സൈഡിൽ നിന്നായിട്ടുള്ള പെസൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സിറ്റീസിലേക്ക് വരുന്നുണ്ട്. അവർക്ക് അപ്പൊ കുറെ പൈസ കൊടുക്കണം എന്നില്ല അല്ലെ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ജോലിക്ക് ഇഷ്ടംപോലെ ആൾക്കാർ അവൈലബിൾ ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര പൈസ കൊടുത്തു കഴിഞ്ഞാലും, ഇപ്പൊ ഒരു 1000 ആൾക്കാർ ജോലി ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഹയർ ചെയ്യാൻ പറ്റും അല്ലെ. ആൻഡ് അതിൽ തന്നെ അവർ ആരായിരിക്കും ഹയർ ചെയ്യുന്നുണ്ടാവുക, കുറഞ്ഞ എമൗണ്ടില് ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലെ. ഒരാൾ 100 രൂപയാണ് കൂലി കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ വേറൊരാൾ 50 രൂപയ്ക്ക് ജോലി ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ 50 രൂപ കൂലി കൊടുത്തിട്ട് അയാളെ ആയിരിക്കില്ലേ നിർത്തുന്നുണ്ടാവുക. 2 പേരും ചെയ്തു കഴിഞ്ഞാല് ഒരേ ജോലി തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇൻഡസ്ട്രിയലിസ്റ്റ് എന്താ വിചാരിക്കുക, എന്നാ പിന്നെ 50 രൂപ കൊടുത്താല് ചെയ്യുന്ന ആൾക്കാരെ വിളിക്കാം, ഞാൻ എന്തിനാ 100 രൂപ കൊടുക്കുന്നതെന്നല്ലേ അവർ ചിന്തിക്കാം. ഓക്കെ, അപ്പം ഹൈ വേജ് കോസ്റ്റിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ ലേബർ ഷോർട്ടേജ് ഒന്നും അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. They did not want to introduce machines that got rid of human labor and required large capital investment. അപ്പം ഒരു സിറ്റുവേഷനിൽ അല്ലെ ഇഷ്ടംപോലെ ആൾക്കാർ ജോലി ചെയ്യാനുള്ള ഒരു സമയത്ത് അവർ ആലോചിക്കുവോ, അവർക്ക് മെഷീൻസ് കൊണ്ടുവരണം എന്ന് അവർ ആലോചിക്കുവോ? അതിന്റെ ആവശ്യമില്ല അല്ലെ. മെഷീൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാല് ഭയങ്കര പൈസയാണ് അല്ലെ, എക്സ്പെൻസ് കൂടുതലാണ്. ഇത്രയും ആൾക്കാർ ഇവിടെ ജോലിക്ക് നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്തിനാ വെറുതെ മെഷീൻസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് ആയിരിക്കും അവര് ചിന്തിക്കുന്നുണ്ടാവുക അല്ലെ. In many industries, the demand for labor was seasonal. Gas works and breweries were especially busy through the cold months, so they needed more workers to meet their peak demand. അപ്പം ഇൻഡസ്ട്രീസിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ എല്ലാ ഇൻഡസ്ട്രിയും എല്ലാ സമയത്തും എന്തായിരിക്കില്ല, ഡെവലപ്ഡ് ആയിരിക്കില്ല. അതായത് എല്ലാ സമയത്തും എന്ത് വേണ്ടി വരില്ല, ഇൻഡസ്ട്രീസ് എപ്പോഴും ചില ക്ലൈമറ്റ്, ഇപ്പം നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇപ്പൊ റെയിനി സീസൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർ കൂടുതലായിട്ട് എന്ത് സാധനങ്ങളാണ് വിൽക്കുന്നുണ്ടാവുക, അംബ്രല്ലയൊക്കെ വിൽക്കും അല്ലെ. ആൻഡ് ഓൾസോ സ്കൂൾ തുറക്കുന്ന ഒരു ടൈം ആണെന്ന് വിചാരിച്ചോ, അപ്പൊ ആരായിരിക്കും, ഫെസ്റ്റിവൽ സീസൺ ഒക്കെ ആണെങ്കിൽ ക്ലോത്തിനൊക്കെ ഭയങ്കര റേറ്റ് ആയിരിക്കും അല്ലെ. എല്ലാ ആൾക്കാരും ഫെസ്റ്റിവൽ, ഇപ്പം ഓണം വിഷു ഒക്കെ ആവുന്ന സമയത്ത് എല്ലാ ആൾക്കാരും ഡ്രസ്സൊക്കെ എടുക്കും.
ആ സമയത്ത് എന്താണ്, അവർക്ക് ആ സമയമാണ് അവരുടെ സീസൺ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സമയത്ത് നിങ്ങൾ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് ആലോചിച്ച് നോക്കൂ, ഒരു സീസൺ അടുക്കുന്ന സമയം, അല്ലെങ്കിൽ ഒരു ഓണം വരുന്ന സമയം, അല്ലെങ്കിൽ ഒരു വിഷു, അല്ലെങ്കിൽ എന്തോ ഒരു സെലിബ്രേഷൻ ആയിക്കോട്ടെ, ഈസ്റ്റർ, ക്രിസ്മസ് എന്തോ ആയിക്കോട്ടെ, പെരുന്നാളൊക്കെ ആണെങ്കിലും നമ്മളെല്ലാ ആൾക്കാരും എന്ത് ചെയ്യും, ഡ്രസ്സ് എടുക്കും. ഈ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് എന്താണ്, അവിടെ ബിസിനസ് ഇല്ല എന്ന് വിചാരിച്ചോ, അപ്പൊ ക്ലോത്തിന്റെ ഒരു ബിസിനസ് ഇല്ല, ഇൻഡസ്ട്രി ഇല്ല എന്ന് വിചാരിച്ചോ, അപ്പൊ എന്തായിരിക്കും അങ്ങനത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്? അതൊരു സീസൺ ആണ് അല്ലെ. ആ ഒരു സീസണിൽ എല്ലാ ആൾക്കാരും ഡ്രസ്സ് എടുക്കും. ആ സമയത്ത് അവർക്ക് എന്ത് വേണം, കൂടുതൽ പ്രൊഡക്ഷൻ വേണം, കൂടുതൽ പ്രോഡക്റ്റും വേണം. അപ്പം ആ ഒരു സീസൺ അവർ മുന്നിൽ കണ്ടിട്ട് എന്ത് ചെയ്യണം, അവരത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെ. അപ്പം ചില സമയത്ത് ക്ലോത്ത് ആയിരിക്കും, ചില സമയത്ത് ക്രിസ്മസ് ഒക്കെ ആണെങ്കിൽ ആ ഒരു സീസൺ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും അവർക്ക് വേണ്ടി വരിക. അപ്പം ചില പീക്ക് ടൈമിൽ അവർക്ക് എന്ത് വേണ്ടി വരും, കൂടുതൽ വർക്കേഴ്സിനെ വേണ്ടി വരും. സോ അപ്പം ഈ ക്രിസ്മസ് സീസണിലാണെങ്കിൽ കാറ്ററിംഗ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ബുക്ക് ബൈൻഡേഴ്സിനും പ്രിന്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്ത് വേണം, എക്സ്ട്രാ ഹാൻഡ്സ് ഫോർ ബിഫോർ ഡിസംബർ. അപ്പൊ ആ ഒരു സീസണിൽ അവർക്ക് അങ്ങനത്തെ ഒരു ആൾക്കാരെ ആയിരിക്കും വേണ്ടി വരിക. ഇൻ ഓൾ സച്ച് ഇൻഡസ്ട്രീസ് വെയർ പ്രൊഡക്ഷൻ ഫ്ലക്ച്വേറ്റഡ് വിത്ത് ദ സീസൺ, ഇൻഡസ്ട്രിയലിസ്റ്റ് യൂഷ്വലി പ്രിഫേർഡ് ഹാൻഡ് ലേബർ എംപ്ലോയിങ് വർക്കേഴ്സ് ഫോർ ദി സീസൺ. അപ്പം ഒരു മെഷീൻ വാങ്ങിയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യുന്നതിനേക്കാളും വേണ്ട സമയത്ത് പൈസ കൊടുത്തിട്ട് തൊഴിലാളികളെ വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്തോളും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണ് ഇൻഡസ്ട്രിയലിസ്റ്റിന് ഉള്ളത്. ഓക്കെ. A range of products could be produced only with hand labor. Machines were oriented to uniform, standardized goods for a mass market, but the demand in the market was often for goods with the intricate designs and specific shapes. In mid-19th century Britain, for instance, 500 varieties of hammers were produced and 45 kinds of axes. These required human skill, not mechanical technology. നിങ്ങൾ എന്നെ ആലോചിച്ചാൽ മതി, ഒരാൾക്ക് എന്താ പറയുക, കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുക എന്ന് പറയും അല്ലേ. കസ്റ്റമൈസ് ചെയ്ത് ഇപ്പം നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കാണാൻ പറ്റില്ലേ, കേക്കുകളൊക്കെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുക അല്ലേ. ഡ്രസ്സസ് ഒക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ ഡിസൈൻ, നമ്മൾ പറയുന്ന ഡിസൈൻ അനുസരിച്ച് ഡ്രസ്സൊക്കെ ചെയ്തു തരും അല്ലേ. എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ നടക്കുകയാണെങ്കിൽ ഈ ബ്രൈഡ് ആണെങ്കിലും ഗ്രൂം ആണെങ്കിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ, നമ്മൾ പറയുന്ന പോലെ അവർ ചെയ്തു തരും. നമ്മൾ എന്താണോ പറയുന്നത് അതുപോലെ അവരെന്ത് ചെയ്യും, ഹാൻഡ് വർക്ക് ചെയ്തിട്ട് തരും. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ. അപ്പൊ നമ്മൾ പറയുന്ന പോലെ അവർ ചെയ്തു തരും. നമുക്ക് ഇന്ന ടൈപ്പ് ഓഫ് സാരി വേണം, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂമിന്റെ ഡ്രസ്സ് ഇങ്ങനെ ആയിരിക്കണം, നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ ചപ്പലിന്റെ ഇത് ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മളെ കേക്കിന്റെ ഡിസൈൻ ഇന്നതായിരിക്കണം എന്ന് പറയുമ്പം അവരെന്ത് ചെയ്യും, നമ്മൾ പേ ചെയ്യുമ്പം അവര് അതിനനുസരിച്ച് അവര് കസ്റ്റമൈസ് ചെയ്ത് തരും. അപ്പം അതെന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിനെ കൺസിഡർ ചെയ്തിട്ടുള്ളതല്ലേ അതിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. യെസ്, ഓഫ് കോഴ്സ് അല്ലേ. പക്ഷെ അതൊരു മെഷീൻ ആണെന്നുണ്ടെങ്കിലോ, മെഷീനാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്ത് ഡിസഡ്വാൻറ്റേജ് ഉള്ളത്? മെഷീൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും ഒരുപോലെ ആയിരിക്കില്ലേ. ഒരു മെഷീൻ ഉണ്ടാവും, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തായിരിക്കും, ഒറ്റ ടൈപ്പ് സാധനമായിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. അപ്പൊ ഒരു മെഷീൻ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാ ആൾക്കാർക്കും എന്തായിരിക്കും, ഒരേ ഡ്രസ്സ്, ബ്രൈഡ് ആയിക്കോട്ടെ ഗ്രൂം ആയിക്കോട്ടെ എല്ലാ ആൾക്കാർക്കും ഒരേ ഡ്രസ്സ്, അല്ലെങ്കിൽ എല്ലാ ആൾക്കാർക്കും അവർ പറയുന്നതിനനുസരിച്ചായിരിക്കില്ല അവർക്ക് കിട്ടുന്നുണ്ടാവില്ല. മാർക്കറ്റിൽ ഇത് ഒരു മെഷീൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമായിട്ട് നിങ്ങൾ ഈ ഫ്രൂട്ടി ബോട്ടിൽസ് ഒക്കെ കണ്ടിട്ടില്ലേ ഇപ്പം, അല്ലെങ്കിൽ 7up ഒക്കെ ആയിക്കോട്ടെ എല്ലാ ആൾക്കാർക്കും സെയിം ബോട്ടിലുള്ള കുപ്പിയിലാണ് അല്ലേ കിട്ടുന്നത്. 7up എന്ന് പറയുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എല്ലാ ആൾക്കാർക്കും കിട്ടുന്ന 7up ഒരുപോലത്തെ കുപ്പിയിലാണല്ലേ കിട്ടുക. സോ അതുപോലെയാണ് അതൊരു മെഷീൻ പോലെ. ആ ഒരു കുപ്പീന്റെ സൈസൊക്കെ എന്താണ്, ബോട്ടിലിന്റെ സൈസൊക്കെ എന്താണ്, മെഷീൻ വർക്കാണ് അല്ലേ. അപ്പൊ അവര് അതുപോലെ ഉണ്ടാക്കി തരുന്നത്. അപ്പൊ എനിക്ക് ഡിഫറെന്റ് ആയിട്ട് ഒരു 7upന്റെ ബോട്ടിലാണെങ്കിൽ 7up വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അപ്പൊ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വേറെ ബോട്ടില് അതിനായിട്ട് വാങ്ങണം. അപ്പം ഡിഫറൻസ് ഉണ്ട് കസ്റ്റമൈസ് ചെയ്ത് കിട്ടുന്നതും അല്ലാതെ മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന. ആൾക്കാർ എന്തായിരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവുക, നമുക്ക് എന്തായിരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവുക, നമുക്ക് യുണീക്ക് ആയിട്ട് വേണം അല്ലെ, നമുക്ക് സ്വന്തം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സാധനം വേണമെന്നായിരിക്കും എല്ലാ ആൾക്കാരും ചിന്തിക്കുന്നുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ മെഷീനേക്കാളും കൂടുതൽ ആരായിരുന്നു ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഹാൻഡ് വർക്കേഴ്സിനായിരുന്നു പ്രിഫറൻസ് ഉണ്ടായിരുന്നത്. അതാ പറയുന്നത് 500 വെറൈറ്റീസ് ഓഫ് ഹാമേഴ്സ് ഉണ്ടായിരുന്നു, 45 കൈൻഡ്സ് ഓഫ് 45 കൈൻഡ്സ് ഓഫ് ആക്സസ് ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ 45 തരത്തിലൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അവിടെ വേണ്ടത് എന്താ, ഹ്യൂമന്റെ സ്കില്ലാണ്, അല്ലാതെ മെഷീന്റെ പവർ അല്ല അവിടെ യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന എന്താണ്, ഇങ്ങനൊരു സെറ്റപ്പാണ് എല്ലാ ആൾക്കാരും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നത്.
In Victorian Britain, the upper classes, the aristocrats preferred things produced by hand. അല്ലെ, അപ്പം aristocrats എന്താ പ്രിഫർ ചെയ്തത്? കൈകൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളായിരുന്നു അവര് പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. Handmade products came to symbolize refinement and class. അതൊരു ക്ലാസ് ആണ് അല്ലെ. They were better finished, individually produced and carefully designed. അവര് better ഫിനിഷ് വർക്കൊക്കെ കറക്റ്റ് ആയിരിക്കും, ഇൻഡിവിജ്വൽ നീഡ് അനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്തതായിരിക്കും, ആൻഡ് അവർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് മെഷീൻ മെയ്ഡ് ഗുഡ്സ് വെയർ ഫോർ എക്സ്പോർട്ട് ടു ദി കോളനീസ്. എന്നിട്ട് അവരെന്ത് ചെയ്തു? മെഷീൻ കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളൊക്കെ അവരെന്ത് ചെയ്തു? കോളനികളിലേക്ക് എക്സ്പോർട്ട് ചെയ്തു. അപ്പൊ അവർ ഇൻഡിവിജ്വലി എന്ത് ചെയ്തിട്ടുണ്ട്? മാൻമെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അവർ യൂസ് ചെയ്തിട്ട് ഈ മെഷീൻ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെ വലിയ ഫിനിഷിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വലിയ കെയർഫുൾ ആയിട്ട് ഡിസൈനിങ് ഒന്നും ചെയ്യാത്ത സാധനങ്ങളൊക്കെ അവർ എങ്ങോട്ടേക്ക് ചെയ്തു? മെഷീൻ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ അവർ കോളനികളിലേക്ക് എക്സ്പോർട്ട് ചെയ്തു അല്ലെ. In countries with labor shortage, industrialists were keen on using mechanical power. അപ്പം ലേബറിന്റെ ഷോർട്ടേജ് ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ ലേബർ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റൂ. ലേബറിന്റെ ഷോർട്ടേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയലിസ്റ്റ് എന്ത് പ്രിഫർ ചെയ്തു? മെക്കാനിക്കൽ പവർ, സോ ദാറ്റ് ദ നീഡ് ഫോർ ഹ്യൂമൻ ലേബർ ക്യാൻ ബി മിനിമൈസ്. അപ്പം ലേബർ ഇല്ലാത്ത സ്ഥലത്ത് അവര് മെഷീൻസ് ആണ് യൂസ് ചെയ്തത്. This was the case in 19th century America. Britain, however, had no problem hiring human hands. അപ്പം വിക്ടോറിയൻ ബ്രിട്ടനില് ലേബർ ഇല്ലാത്ത പ്രശ്നം ഉണ്ടോ? അവിടെ ഇല്ല. അവിടെ ലേബർ ഉണ്ട്. അവിടെ തൊഴിലെടുക്കാൻ ആൾക്കാർ കൺട്രി സൈഡിൽ നിന്ന് എങ്ങോട്ട് പോകുന്നുണ്ട്? ടൗൺ ഏരിയാസിലേക്കൊക്കെ പോകുന്നുണ്ട്. അവിടെ പ്രശ്നമില്ല. അമേരിക്കൻ കൺട്രീസിലൊക്കെ എന്താണ്? അവിടെ ലേബർ തൊഴിലെടുക്കാൻ ആൾക്കാരില്ലാത്ത സമയത്ത് അവര് മെഷീൻസ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആൾക്കാരുടെ കുറവ് എണ്ണം മതി അല്ലേ, ബാക്കി പണിയൊക്കെ മെഷീൻ ചെയ്തോളൂ. ഓക്കെ, ഇനി നമ്മൾ അപ്പം അവിടുത്തെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ ഇത്രയും നേരം നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? വർക്കിംഗ് ആ ഒരു ബാലൻസ് ആണ് അല്ലെ, ആ ഒരു ഡിഫറൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്, മെഷീൻസ് ഉണ്ടാക്കിയിട്ടുള്ള പ്രോഡക്റ്റ്. ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റിനുള്ള അഡ്വാൻറ്റേജസ്, മെഷീൻ മെയ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റിന്റെ ഡിസഡ്വാൻറ്റേജസ് അല്ലെ. ഹ്യൂമൺ ആയിട്ട് മാൻ റിസോഴ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ മാൻ പവർ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങൾ എന്താണ്? ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാക്കിയായിരിക്കും അല്ലെ, കസ്റ്റമൈസ് ചെയ്ത് ഇൻഡിവിജ്വൽ നീഡിനനുസരിച്ച് ഇഷ്ടപ്പെട്ട ഡിസൈൻ അനുസരിച്ച് നല്ല ഫിനിഷിങ്ങോട് കൂടി ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളായിരിക്കും. പക്ഷെ മെഷീൻസ് ആകുന്ന സമയത്ത് എന്താ, മെക്കാനിക്കലി അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യാണ്. അത് അവർ പോയിട്ട് കോളനിയിലേക്ക് സപ്ലൈ ചെയ്യാണ് ചെയ്തത്. ഓക്കെ, ഇങ്ങനെ ലേബർ ഞാൻ പറഞ്ഞു ഇഷ്ടം പോലെ ലേബറേഴ്സ് പണി ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ അവൈലബിൾ ആണ് കുറഞ്ഞ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഇത്രയും ജോലി ചെയ്യുന്ന ഒരു മെഷീനൊക്കെ ചെയ്യുന്ന ജോലി ചെയ്യുന്ന വർക്കേഴ്സിന്റെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾക്ക് തന്നെ ഇമേജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലെ, അവര് എത്രത്തോളം പണി എടുക്കേണ്ടി വരും എന്നല്ലേ. അവർ നന്നായിട്ട് ഒരു മെഷീൻ ചെയ്യുന്നതാണ്, പിന്നെ അത് റീപ്ലേസ് ചെയ്ത് മെഷീൻ വരികയാണ്. അല്ലാത്ത പക്ഷം ആരായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? മാൻ പവർ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഇനി നോക്കുന്നത് ലൈഫ് ഓഫ് വർക്കേഴ്സ് എങ്ങനെയാണ് ഈ ഒരു കാര്യത്തെ ഡീൽ ചെയ്തതെന്നാണ് നമ്മൾ നോക്കുന്നത്. ക്ലിയർ അല്ലേ? ഇതുവരെയുള്ള പോർഷൻസ് ഒക്കെ ക്ലിയർ ആണ് അല്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് പോർഷൻ നോക്കാം. ദാറ്റ് ഈസ് ലൈഫ് ഓഫ് ദി വർക്കേഴ്സിന്റെ ലൈഫ് എങ്ങനെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. So, the abundance of labor in the market affected the lives of workers. അപ്പൊ ഇഷ്ടം പോലെ ജോലി ചെയ്യാൻ ആൾക്കാർ മാർക്കറ്റിലുണ്ട്. അപ്പം ഒരാള് ഞാൻ ഇന്ന് ഈ ജോലിക്ക് ഞാൻ പോവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജോലിക്ക് പോകാൻ വേറെ 1000 ആൾക്കാരുണ്ട്. അപ്പൊ എന്താണ്, ഇഷ്ടം പോലെ തൊഴിൽ ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പൊ ആൾക്കാർക്ക് അവിടെ എന്തില്ല, ഷോർട്ടേജ് ഇല്ല. Actual possibility of getting a job depended on existing network of friendship and kin relations. അപ്പം അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, അവിടെ ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ. വലിയൊരു റിലേഷൻ അല്ലെ, ജോലി ഓൾറെഡി ഉള്ള ആൾക്കാരായിട്ട് ഒരു റിലേഷൻ ഒക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ് പിന്നെ എന്ത് ജോലി കിട്ടിയിട്ടുള്ളത്. ഇഫ് യു ഹാഡ് എ റിലേറ്റീവ് ഓർ എ ഫ്രണ്ട് ഇൻ എ ഫാക്ടറി യു വർ മോർ ലൈക്ലി ടു ഗെറ്റ് ആ ജോബ്. അപ്പൊ നിങ്ങൾക്ക് ആ ഫാക്ടറിയിൽ ഒരു റിലേറ്റീവോ ഒരു ഫ്രണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫാക്ടറിയിൽ അവരുടെ റെക്കമെൻഡേഷനും കാര്യങ്ങളും കൊണ്ട് നിങ്ങൾക്ക് ആ ജോലി കിട്ടും. അപ്പൊ ഒരു ഫാക്ടറിയിൽ അയാളുടെ റിലേറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫാക്ടറിയിൽ അയാൾക്ക് ജോലി കിട്ടും എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. But not everyone had
സോഷ്യൽ കണക്ഷൻസ്. എല്ലാ ആൾക്കാർക്കും അവിടെ ഇപ്പം ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഒരാളുമായിട്ട് എല്ലാ ആൾക്കാർക്കും റിലേഷൻ ഉണ്ടാവണമെന്നുണ്ടോ? ഇല്ല, എല്ലാ ആൾക്കാർക്കും അങ്ങനെ ഒരു സോഷ്യൽ കണക്ഷൻ ഉണ്ടാവണമെന്നില്ല. ഇനി ആ സോഷ്യൽ കണക്ഷൻ ഉള്ള ആൾക്കാർക്ക് എന്ത് കിട്ടുന്നുണ്ട്? അവിടെ ജോലി കിട്ടാനുള്ള ചാൻസും ഉണ്ട്. അല്ലാത്ത ഇഷ്ടംപോലെ ആൾക്കാർക്ക് ജോലി കിട്ടാത്തൊരവസ്ഥയും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. Seasonality of work in many industries meant prolonged periods without work. അല്ലേ, ഞാൻ പറഞ്ഞു സീസൺ വരുന്ന സമയത്താണ് വർക്കിന് കൂടുതൽ ആൾക്കാർ വരുന്നതെന്ന്. അപ്പം നമുക്ക് ഇപ്പൊ ഒരു 6 months അല്ലെങ്കിൽ ഒരു ഡിസംബർ മന്ത് ആണ് അതിന്റെ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാനുവരി മുതൽ നവംബർ വരെ ആ സീസൺ വരുന്ന സമയത്ത് മാത്രം ജോലിക്ക് വന്നാൽ മതി എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡിസംബർ മന്തിലാണ് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാനുവരി മുതൽ നവംബർ വരെ അവർക്ക് ജോലിയൊന്നും ഉണ്ടാവില്ല അല്ലെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജാനുവരി മുതൽ ഒരു മറ്റ മന്തിൽ മാത്രമേ അവർക്ക് എന്ത് കിട്ടുന്നുണ്ടാവുള്ളൂ? ജോലി കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പൊ സീസണൽ ആയിട്ടുള്ള പ്രശ്നത്തില് അവർക്ക് എന്തുണ്ടാവും? പ്രൊലോങ്ഡ് പീരീഡ്സ് വിതൗട്ട് വർക്ക് ഉണ്ടാവും. ആഫ്റ്റർ ദ ബിസി സീസൺ വാസ് ഓവർ ദ പുവർ വർ ഓൺ ദീസ് സ്ട്രീറ്റ്സ് അഗൈൻ. അപ്പം ആ ഒരു ബിസി ആയിട്ടുള്ള ഒരു സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവരെ ആർക്കും ജോലിക്കൊന്നും വേണ്ട. അപ്പൊ സീസൺ ആകുന്ന സമയത്ത് അവരെ ജോലിക്ക് വിളിക്കും, അല്ലാത്ത സമയത്ത് അവരുടെ ജോലിക്ക് വേണ്ട. Some return to the countryside after the winter when the demand for labor in the rural areas opened up in the places. But most looked for odd jobs which till the mid-19th century were difficult to find. അപ്പം ചില ആൾക്കാർ കൺട്രി സൈഡിൽ തന്നെ തിരിച്ചു വന്നു. കുറെ ആൾക്കാർ എന്ത് ചെയ്യണം? ഇവിടെ ഒക്കെ പറയുന്നത് എന്താണ് മക്കളെ? ഒരു അൺഎംപ്ലോയ്മെന്റ് അല്ലെ, തൊഴിലില്ലായ്മ അല്ലെ, ജോലി കിട്ടാത്ത ജോബ്ലെസ് ആയിട്ടുള്ള ആൾക്കാരുടെ ജോലി ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താ ഉണ്ടാവുക? പോവർട്ടി ഉണ്ടാവും അല്ലെ, ദാരിദ്ര്യമായിരിക്കും അല്ലെ, അവർക്ക് ഭയങ്കര കഷ്ടപ്പാടായിരിക്കും അല്ലെ, അവർക്ക് ഇൻകം സോഴ്സും കാര്യങ്ങളൊന്നുമില്ല. അവരുടെ ലൈഫ് എന്തായിരിക്കും? ഭയങ്കര കഷ്ടതയായിരിക്കും അല്ലെ. അവർ ജോലി ചെയ്യാൻ റെഡിയാണ്, പക്ഷേ ജോലി കിട്ടുന്നത് ഫാക്ടറീസിലൊക്കെ എന്നുള്ള ആൾക്കാർക്ക് ജോലി ചെയ്യുന്ന അവരുടെ റിലേറ്റീവ്സ്, അവരുടെ ഫ്രണ്ട്സ്, അവരൊക്കെയാണ് ജോലി കൊടുക്കുകയും ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് സീസണൽ ജോബ്സ് ആണ്. സീസൺ വരുന്ന സമയത്ത് അവർ ഹയർ ചെയ്യും, സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരോട് പോയിക്കോളാൻ പറയും അല്ലെ. അങ്ങനെയാണ് അവരുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. വേജസ് increases somewhat in the early 19th century, but they tell us little about the welfare of the workers. അപ്പം കുറച്ച് കഴിഞ്ഞ സമയത്ത് ഇവരുടെ വേജസ് ഒക്കെ കുറച്ചായിട്ട് കൂട്ടി, പക്ഷേ വർക്കേഴ്സിന്റെ വെൽഫെയറിനെ പറ്റിയിട്ട് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഫോർ ഇൻസ്റ്റൻസ്, when prices rose sharply during the prolonged Napoleonic War, the real value of what the workers earned fell significantly, since the same wages could now buy fewer things. അപ്പം ഇവരുടെ വേജസ് കൂട്ടിക്കഴിഞ്ഞാലും ഇവർക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, അവരുടെ പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് അല്ലെ. അപ്പൊ അവർക്ക് വേജസ് ഉണ്ട്, നല്ല ലേബർ ഉണ്ട് അല്ലെ, നന്നായിട്ട് ജോലി ചെയ്യണം. ഇതൊക്കെയാണ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. Moreover, the income of workers dependent not only the wage rate alone. അപ്പം ഒരാൾക്ക് ഒരു ജോലി ചെയ്താൽ, ഇന്നത്തെ സിനാറിയോ ആണെങ്കിൽ പോലും ഒരാൾക്ക് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഒരു ദിവസം 1000 രൂപ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് അത് സീസണൽ ആണെന്ന് വിചാരിക്കുക. ആ ഒരു ദിവസം മാത്രം 1000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് ആ ഇയർ മൊത്തം അയാൾക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുമോ? ഒരു ദിവസം ജോലി ചെയ്ത 1000 രൂപ കിട്ടുന്നുണ്ട്, പക്ഷെ ആ വേജ് നോക്കിയിട്ട് കാര്യമില്ല അല്ലെ. ആ സീസണൽ ആയിട്ട് കിട്ടുന്ന ജോലിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഇൻകം കൊണ്ട് അവർക്ക് ആ ഇയർ മൊത്തം അവർക്ക് അവരുടെ ഫാമിലിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇൻകം സോഴ്സ് അവർക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല അല്ലെ. എല്ലാ ദിവസവും ജോലി ചെയ്ത് എല്ലാ ദിവസവും പൈസ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അവർക്ക് സീസണൽ ആയിട്ട് കിട്ടുന്ന ജോലിയാണ്. അപ്പൊ സീസണൽ ആയിട്ട് മാത്രമേ എന്തും കിട്ടുള്ളൂ? പൈസയും കിട്ടുള്ളൂ, വേജസും കിട്ടുള്ളൂ. ഓക്കെ, വാട്ട് വാസ് ഓൾസോ ക്രിട്ടിക്കൽ വാസ് ദ പീരിയഡ് ഓഫ് എംപ്ലോയ്മെന്റ്. The number of days of work determine the average daily income of the workers. അപ്പം എത്ര ദിവസം ജോലി ചെയ്തു എന്നുള്ളതും അവരുടെ ഇൻകത്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അല്ലേടാ മക്കളെ. At the best of times till the mid-19th century, about 10% of the urban population were extremely poor. In periods of economic slump like the 1830s, the proportion of unemployment went up to anything between 35 and 75% in different regions. അപ്പം mid-19th century വരെ 10% ആയിരുന്നു
അർബൻ പോപ്പുലേഷൻ, പുവർ ആയിട്ടുള്ള ആൾക്കാർ അല്ലെ. പക്ഷെ ഒരു 35 to 75 10% ഉള്ള സാധനം എന്തായിട്ട് മാറി? 35 to 75% ആയിട്ട് ഡിഫറെന്റ് റീജിയൻസിലേക്ക് അൺഎംപ്ലോയിഡ് ആയിട്ട് മാറുകയാണ് അല്ലെ. 75% അൺഎംപ്ലോയിഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 75% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് 100 ആൾക്കാരുണ്ട്, അതിനകത്ത് 75 ആൾക്കാർക്ക് എന്തില്ല? ജോലിയില്ല അല്ലെ. 25 ആൾക്കാർക്ക് മാത്രമേ എന്തുള്ളൂ? ജോലിയില്ല, ജോലി ഉള്ളതായിട്ടുള്ളൂ. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഉണ്ട് അല്ലെ. ആ ഒരു ഡിഫറൻസ് ഉണ്ട് അല്ലെ. 75% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100-ൽ 75 ആൾക്കാർക്ക് മാത്രമേ എന്തുള്ളൂ? എംപ്ലോയിഡ് ആയിട്ടുള്ളൂ അല്ലെ, അവര് ജോലി ഉള്ളവരായിട്ട് ഉള്ളൂ. The fear of unemployment made workers hustle for the introduction of new technology. When the spinning jenny was introduced in the woolen industry, women who survived on hand spinning began attacking the new machines. This conflict over the introduction of the jenny continued for a long time. അപ്പം അവിടെ സ്പിന്നിങ് മെഷീൻ അല്ലെ, സ്പിന്നിങ് ജെന്നി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്? ആ ഒരു ഇഷ്യൂ അല്ലെ, ഈ ഒരു അൺഎംപ്ലോയ്മെന്റിന്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് പുതിയൊരു ടെക്നോളജി അവര് ഇംപ്ലിമെന്റ് ചെയ്യാണ്. ആ സമയത്ത് എന്ത് വന്നു? ആരാണ് അവിടെ കൂടുതൽ? വിമൺ ആയിരുന്നു കൂടുതലായിട്ടും ഈ സ്പിന്നിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു കോൺഫ്ലിക്ട് ഓവർ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ദി ജെന്നി കണ്ടിന്യൂഡ് ഫോർ എ ലോങ് ടൈം. ആ ഒരു കോൺഫ്ലിക്റ്റ് കൂടുതൽ കാലം എന്ത് ചെയ്യാണ്? ഡ്യൂറേഷനിൽ നിൽക്കുകയാണ്. ആൻഡ് പിന്നെ ഉണ്ടാവുന്നത് മുഴുവൻ ആ ഒരു അൺഎംപ്ലോയ്മെന്റിൽ നിന്നുള്ള അല്ലെങ്കിൽ ലേബറിനെ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു മോഡിൽ നിന്നും ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് നമ്മൾ ഇനി നോക്കി കാണാൻ വേണ്ടി പോകുന്നത്. എന്തൊക്കെ ചേഞ്ചസ്? ആഫ്റ്റർ ദ 1840s building activity intensified in the cities, opening up greater opportunities of employment. അപ്പം അവിടെ ഇപ്പൊ ഇതുവരെ സാധനങ്ങളൊക്കെ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. 1840 കഴിഞ്ഞതിന് ശേഷം അവിടെ ബിൽഡിങ്സ് ഒക്കെ വരികയാണ്. ബിൽഡിങ്സ് ഒക്കെ ചുമ്മാ വരുമോ? ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ജോലി ചെയ്യാൻ ആൾക്കാർ വേണം. അപ്പൊ അവിടെ ബിൽഡിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ വരികയാണ്. റോഡൊക്കെ ഉണ്ടാക്കാണ്, റോഡ് വൈഡൻ ചെയ്തു, പുതിയ റെയിൽവേ സ്റ്റേഷൻസ് ഒക്കെ വന്നു. ഇതൊക്കെ വരണം എന്നുണ്ടെങ്കിൽ അവരൊക്കെ ആര് ജോലി ചെയ്യണം? റോഡൊക്കെ വൈഡൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ മേഖലയിലും എന്ത് വേണം? ജോലി ചെയ്യാൻ ആൾക്കാർ വേണം. റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ റെയിൽവേസ് ഉണ്ടാക്കണം, റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാണ്? ആൾക്കാർക്ക് എംപ്ലോയിഡ് ആവുകയാണ് അല്ലെ, അവർക്ക് തൊഴിൽ കിട്ടുകയാണ്. Railway stations came up, railway lines were extended, tunnels dug, drainage and sewers laid, rivers embanked. The number of workers employed in the transport industry doubled in the 1940s and doubled again in the subsequent 30 years. അപ്പം വലിയൊരു ഡെവലപ്മെന്റ് അവിടെ നടക്കുകയാണ് അല്ലെ. റെയിൽവേസ് വരികയാണ്, എംബാങ്ക്മെന്റ് വരികയാണ്, പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ്? ടണൽ വരികയാണ്, റെയിൽവേന്റെ ലൈൻസ് തന്നെ, റെയിൽവേ ലൈൻസ് ഒക്കെ ഓൾറെഡി ഉള്ള റെയിൽവേ ലൈൻസ് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, റെയിൽവേ സ്റ്റേഷൻ വരുന്നുണ്ട് അല്ലെ. ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് പിന്നെയുള്ള ഒരു 30 years വരെ വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് അവിടെ നടക്കുന്ന ചേഞ്ചുകൾ അല്ലെ. ഇംഗ്ലണ്ടിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചുകളൊക്കെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പം മെഷീൻസ് വന്നു, സ്പിന്നിങ് ജെന്നി വന്നു അല്ലെ, സ്പിന്നിങ് വന്നു അല്ലെ, സ്പിന്നിങ് ചെയ്തു. പിന്നെ എന്താണ്? വർക്കേഴ്സ്. അപ്പം അവിടെ ഒരു അൺഎംപ്ലോയ്മെന്റ് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അൺഎംപ്ലോയ്മെന്റ് ഉള്ളൊരു സ്റ്റേജിൽ നിന്നും ആൾക്കാർ പ്രോഡക്റ്റ് ഉണ്ടാവുന്നതിലായിരുന്നു അല്ലെ കൂടുതൽ. ഫാക്ടറീസിന്റെ മെഷീൻസിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. ആൾക്കാർ പുതിയ സാധനം ഗുഡ്സ് ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ആ ഒരു സമയത്തുള്ള ഉണ്ടായിരുന്ന എംപ്ലോയ്മെന്റിന്റെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം റെയിൽവേസ് വന്നു, റോഡൊക്കെ വൈഡൻ ചെയ്യാൻ തുടങ്ങി. ആ സമയത്തൊക്കെ ആൾക്കാർക്ക് കുറച്ചും കൂടെ എംപ്ലോയിഡ് ആവുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ കോളനികളിൽ എങ്ങനെയാണ് ഇൻഡസ്ട്രിയലൈസേഷൻ എഫക്റ്റ് ആയത്? അപ്പം കോളനീസിലുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ കോളനീസിലെ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് നമ്മൾ ഇനി നോക്കുന്നത്. ഏജ് ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽസ്. അപ്പം ഇന്ത്യൻ ടെക്സ്റ്റൈൽസിൽ ഇന്ത്യയിൽ എങ്ങനെയാണ് ഇത് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളതെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ബിഫോർ ദി ഏജ് ഓഫ് മെഷീൻ ഇൻഡസ്ട്രീസ്,
silk and cotton goods from India dominated the international market in textiles. അപ്പം മെഷീൻ ഇൻഡസ്ട്രീസ് വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ എന്തുണ്ടാക്കുമായിരുന്നു? സിൽക്ക് അല്ലെങ്കിൽ കോട്ടൺ, ഇന്ത്യൻ കോട്ടൺ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സിൽക്ക് ആയിരുന്നു ഇന്റർനാഷണൽ മാർക്കറ്റ്, ഭയങ്കര ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഉള്ള ഒരു സാധനമായിരുന്നു ഇന്ത്യയിലെ സിൽക്കും കോട്ടണും ഒക്കെ. And coarser cotton were produced in many countries, but the finer varieties often came from India. അപ്പം കോഴ്സ് കോട്ടൺ ആണെന്നുണ്ടെങ്കിൽ വേറെ സ്ഥലത്ത് നിന്നൊക്കെ വരുമായിരുന്നു, പക്ഷെ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത് ഫൈനർ വെറൈറ്റി ഓഫ് കോട്ടൺ ആയിരുന്നു. അത് ഇന്ത്യയിൽ മാത്രം കിട്ടുന്ന ആയിരുന്നു മെയിൻലി. Armenian and Persian merchants took the goods from Punjab to Afghanistan, Eastern Persia and Central Asia. അപ്പം ഈ പഞ്ചാബിൽ നിന്ന് മെർച്ചൻസ് എന്ത് ചെയ്യാണ്? പഞ്ചാബ് എവിടെയുള്ളത്? ഇന്ത്യയിലാണ് അല്ലെ. ഇന്ത്യയിൽ നിന്ന് എന്ത് ചെയ്യാണ്? മെർച്ചൻസ് വന്നിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യാണ്? ഈ പ്രോഡക്ട്സ് ഒക്കെ എന്ത് ചെയ്യാണ്? അങ്ങോട്ടേക്ക് എക്സ്പാൻഡ് ചെയ്ത് അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. A variety of Indian merchants and bankers were involved in this network of export trade, financing production, carrying goods and supplying exporters. അപ്പം ഇതിനകത്ത് merchants ഇൻവോൾവ് ആണ്, ബാങ്കേഴ്സ് അല്ലെ, പൈസയാണല്ലേ, ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് പൈസയാണ്. അപ്പം merchants ഇൻവോൾവ് ആവുന്നുണ്ട്, ബാങ്കേഴ്സ് ഇൻവോൾവ് ആവുന്നുണ്ട്. അപ്പൊ അവർ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യാണ്? പ്രോഡക്ട്സ് ഒക്കെ എക്സ്പോർട്ട് ചെയ്യാണ്. Supply merchants linked the port towns to the inland region. They gave advances to weavers, procured the woven cloth from weaving villages and carried the supply to the port. അപ്പം അവരെന്ത് ചെയ്യണോ? മെർച്ചൻസ് വീവേഴ്സിന് അഡ്വാൻസ് ഒക്കെ കൊടുക്കുകയാണ് അവരുടെ ക്ലോത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യാണ്? കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാണ് അല്ലെ. നല്ല മാർക്കറ്റിംഗ് ഉള്ള സാധനമാണ്. അപ്പൊ ഉണ്ടാക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യാണ്? അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ട് കീശയിലാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. At the port, the big shippers and export merchants had brokers who negotiated the price and bought goods from the supply merchants operating inland. By the 1750s, this network controlled by Indian merchants was breaking down. അപ്പം ഇവര് ഈ സാധനങ്ങള് നമ്മുടെ മാർക്കറ്റ് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവിടെ ബ്രോക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ഡീൽ ചെയ്യണം. അങ്ങനെ അത്രയും റിസ്ക് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? മെർച്ചൻസ് ഇത് ഭയങ്കര ഒരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് അവർക്ക് തോന്നുന്നത് കൊണ്ടാണ് അവർ ഇതിനകത്ത് ഇൻവോൾവ് ആവുന്നത്. നല്ല മാർക്കറ്റിംഗ് ഉള്ള സാധനമാണ്. അപ്പൊ മെർച്ചൻസ് ഒക്കെ കാര്യമായിട്ട് ഇൻവോൾവ് ആവുന്നുണ്ട്. പക്ഷേ 1750s ആയ സമയത്ത് എന്ത് സംഭവിച്ചു? ഇന്ത്യൻ മെർച്ചൻസ് കൺട്രോൾ ചെയ്തിട്ടുള്ള ഈ ഒരു സംഭവം എന്ത് ചെയ്യാൻ തുടങ്ങി? ബ്രേക്കിംഗ് ഡൗൺ ആവാൻ തുടങ്ങി അല്ലെ. ഓക്കെ. അപ്പൊ 1750s ആയ സമയത്ത് ഈ ഒരു നെറ്റ്വർക്കിന് ചെറിയൊരു ബ്രേക്കേജ് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. യൂറോപ്യൻ കമ്പനീസ് ഗ്രാജുവലി ഗെയിൻഡ് പവർ, first securing a variety of concessions from local courts, then the monopoly rights to ട്രേഡ്. അപ്പം ബ്രിട്ടീഷ് പവർ വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാവുന്ന എങ്ങനെയാ? അവിടെ ഒരു ബ്രിട്ടീഷുകാർ വന്നിട്ട് അവർ ചെറുതായിട്ട് അതിനകത്തൊരു മോണോപ്പൊളി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മുടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ എന്ത് ചെയ്യാണ്? അവിടെ ബ്രിട്ടീഷുകാരുടെ ഒരു ഇൻഫ്ലുവൻസ് അവിടെ വരികയാണ് ചെയ്യുന്നത്. This resulted in a decline of the old ports of Surat and Hooghly through which local merchants had operated. അപ്പം ആ ഒരു സമയത്ത് സൂറത്തിലും ഹൂഗ്ലിയിലും ഒക്കെ ആയിരുന്നു നമ്മുടെ ലോക്കൽ മെർച്ചൻസ് ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ബ്രിട്ടീഷുകാരുടെ ഒരു ഇൻവോൾവ്മെന്റ് വന്നതിന് ശേഷം ആ ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു റൂട്ട് എന്ത് ചെയ്യാണ്? അത് കുറയാൻ തുടങ്ങി. ആ ഒരു റൂട്ട് ഡിക്ലൈൻ ആവാൻ തുടങ്ങി അല്ലെ. എക്സ്പോർട്ട് ഫ്രം ദീസ് ports fell dramatically. The credit that had financed the earlier trade began drying up and the local bankers slowly went bankrupt. അപ്പം ഇവര് ഇതൊക്കെ നല്ലൊരു എക്സ്പെക്ടേഷനോട് കൂടിയാണ് ഇവർ ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചത്. പക്ഷെ എന്താ സംഭവിച്ചത്? അവർക്കത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പൊ പ്രശ്നമാകെ വഷളായി അല്ലെ. ബാങ്കേഴ്സിനൊക്കെ എന്ത് വന്നു? ബാങ്ക്രപ്റ്റ് വന്നു. ആ ഒരു ട്രേഡൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഡ്രൈ ആയി പോവാൻ വേണ്ടി തുടങ്ങി. In the last year of the 17th century, the gross value of trade that passed through Surat had been
rupees 16 million. By the 1740s, it had slumped to rupees 3 million. അപ്പം 16 million ആയിട്ടുള്ള ട്രേഡ് എന്തായിട്ട് കുറഞ്ഞു? 3 million ആയിട്ട് കുറഞ്ഞു അല്ലേ? അപ്പൊ അത്രയും ഒരു ബിസിനസ് അല്ലേ? ആ ഒരു ചേഞ്ച് നിങ്ങൾ കണ്ടോ? 16 million എന്തായിട്ട് മാറിയിട്ടുള്ളത്? 3 million ആയിട്ട് എന്ത് ചെയ്തു? കുറഞ്ഞു. അവരുടെ ഒരു വാല്യൂ, ട്രേഡിലെ വാല്യൂ എന്ന് പറയാം. അപ്പൊ അത് അത്രയും നഷ്ടത്തിലേക്ക് മാറുകയല്ലേ ചെയ്തത്? യെസ്. While Surat and Hooghly decayed, Bombay and Calcutta grew. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ ലോക്കൽ മെർച്ചൻസ് എവിടെയാ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്? സൂററ്റും ഹൂഗ്ലി ആയിരുന്നു. ആ ഒരു സ്ഥലത്ത് 16 എന്തായിട്ട് കുറഞ്ഞു? 3 million ആയിട്ട് കുറഞ്ഞു. അറ്റ് ദ സെയിം ടൈം ആരാണ് ശക്തി പ്രാപിക്കുന്നത്? ആരാ കുറച്ചും കൂടി സ്ട്രോങ്ങർ ആവുന്നത്? കൽക്കട്ട ആണെങ്കിലും അതുപോലെ തന്നെ ബോംബെ ആണെങ്കിലും, ബോംബെയും കൽക്കട്ടയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ബോംബെയും കൽക്കട്ട എന്ത് ചെയ്യാണ്? സ്ട്രോങ് ആവുകയാണ്. എങ്ങനെയായിരിക്കും ബോംബെയും കൽക്കട്ടയൊക്കെ സ്ട്രോങ് ആവുന്നത്? The shift from the old ports to the new ones was an indicator of the growth of colonial power. അവർ കോളനി ആക്കിയതിന്റെ ഒരു പവറാണ് നമ്മുടെ ഓൾഡ് സൂററ്റ് ആൻഡ് ഹൂഗ്ലി മാറിയിട്ട് അവിടെ കൽക്കട്ടയും ബോംബെയും വരുന്നത്. കോളനി ബ്രിട്ടീഷുകാരുടെ ഒരു പവറാണ് അല്ലെ? കൊളോണിയൽ പവർ കാരണം ഓൾറെഡി നമ്മുടെ ഒരു സിസ്റ്റം, നമുക്ക് ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം മാറിയിട്ട് കൽക്കട്ടയും ബോംബെയും ഒക്കെ അവരുടെ അധീനതയിലുള്ള സ്ഥലമാണ്. അപ്പം അവരെന്ത് ചെയ്യാണ്? ഒരു മെർച്ചന്റ് ആ ഒരു ട്രാക്കിലാണ് അവർ പിടിക്കുന്നത്. ആൻഡ് ട്രേഡ് ത്രൂ ദ ന്യൂ പോർട്സ് came to be controlled by European companies. അപ്പം ആ ഒരു പോർട്ടിലുള്ള ട്രേഡ് ആരാണ് എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത് യൂറോപ്യൻ പവേഴ്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് വാസ് ക്യാരിഡ് ഇൻ യൂറോപ്യൻ ഷിപ്പ്. അപ്പൊ ആ ഒരു ട്രേഡ് കൺട്രോൾ ചെയ്യുന്നത് യൂറോപ്യൻ പവേഴ്സ് ആണ്. ആൻഡ് ഓൾസോ ആ ഒരു ട്രേഡ് നടക്കുന്നത് യൂറോപ്യൻ ഷിപ്പിലാണ് ട്രേഡ് നടക്കുന്നത്. While many of the old trading houses collapsed, those that wanted to survive had to now operate within a network shaped by European trading companies. അപ്പം ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു നെറ്റ്വർക്ക് മൊത്തത്തിൽ ഇവിടെ പോവുകയാണ് അല്ലെ? നമ്മുടെ ലോക്കൽ മെർച്ചൻസിന്റെ ഒരു നെറ്റ്വർക്ക് ഇവിടെ കൊളാപ്സ്ഡ് ആയി പോവുകയാണ്. ആൻഡ് ഇനിയും ഈ ഒരു ട്രേഡ് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള ആൾക്കാരുണ്ടാവും അല്ലേ? ആ ആൾക്കാർക്ക് യൂറോപ്പുകാരുണ്ടാക്കിയിട്ടുള്ള യൂറോപ്യൻ ട്രേഡിംഗ് കമ്പനീസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അവരുടെ ഷിപ്പാണ് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെ? എല്ലാം അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത് അല്ലെ? അവരാണ് കൽക്കട്ടയും ബോംബെയിലും കൂടെയാണ് മേജർ ആയിട്ടുള്ള ഈ ട്രാൻസ്പോർട്ടേഷൻസ് ഒക്കെ നടക്കുന്നത്. അപ്പം യൂറോപ്യൻ പവേഴ്സ് വന്ന സമയത്ത് ഓൾറെഡി ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹൂഗ്ലി ആയിക്കോട്ടെ, സൂററ്റ് ആയിക്കോട്ടെ, ആ ഒരു മോഡ് ഓഫ് ബിസിനസ് എന്ത് ചെയ്യാണ്? തകരുകയാണ് ചെയ്യുന്നത്. സോ ഇത്രയും ഒരു ചേഞ്ചസ് അല്ലെ? ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ വർക്കേഴ്സിനെ കണ്ടു അല്ലെ? മെർച്ചൻസിനെ കണ്ടു, കൊളോണിയൽ പവർ കണ്ടു, എംപ്ലോയ്മെന്റ് എങ്ങനെയാണെന്ന് കണ്ടു അല്ലെ? അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി എംപ്ലോയ്മെന്റ്, അവർ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നു, മെഷീൻസ് വരുന്നു, അപ്പൊ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്, മെഷീൻസും ഉണ്ട്, പ്രോഡക്ട്സും ഉണ്ടാക്കുന്നുണ്ട്. സീസണൽ ആയിട്ട് മാത്രം ഉണ്ടാക്കിയാൽ മതി പ്രോഡക്ട്സ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് 75% വരെ എന്തായി പോയിട്ടുണ്ടായിരുന്നു? അൺഎംപ്ലോയിഡ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ റെയിൽവേസ് ഒക്കെ വന്ന സമയത്ത് കുറച്ചും കൂടി ആൾക്കാർക്ക് എന്ത് കിട്ടുകയാണ്? എംപ്ലോയിഡ് ആവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ ഇന്ത്യൻ സിൽക്ക് അല്ലെ? ഇന്ത്യൻ കോട്ടൺ ഒക്കെ എന്തായിരുന്നു? ഭയങ്കര ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഉള്ള സാധനങ്ങളായിരുന്നു. അവിടെ എന്ത് ചെയ്യാണ്? നമ്മൾ ലോക്കലായിട്ട് നമ്മുടെ മെർച്ചൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ബാങ്കേഴ്സ് ആണെങ്കിലും ഇൻവോൾവ് ചെയ്തിട്ട് മെർച്ചൻസ് വീവേഴ്സിനൊക്കെ നന്നായിട്ട് അഡ്വാൻസ് ഒക്കെ കൊടുത്ത് അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരുടെ പ്രോഡക്ട്സ് കൊണ്ടുപോയിട്ട് വിൽക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നമ്മുടെ യൂറോപ്യൻ പവേഴ്സ് വന്നിട്ട് കോളനൈസേഷന്റെ ഭാഗമായിട്ട് യൂറോപ്യൻ പവേഴ്സ് വന്നിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ബോംബെയിലേക്കും കൊൽക്കത്തയിലേക്കും മാറിയിട്ട് അവരുടെ ഒരു എന്താണ് മേൽനോട്ടത്തിലാണ് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇനിയും ആ ഒരു ട്രേഡ് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് യൂറോപ്യൻ കമ്പനീസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മാത്രമേ ആ ഒരു ട്രേഡ് നടത്താൻ വേണ്ടി പറ്റുള്ളൂ എന്നാണ് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു പിക്ചർ വരെയാണ് നമ്മൾ ഇൻഡസ്ട്രിയലൈസേഷൻ ഇന്ത്യയിൽ എങ്ങനെയാണ് വരാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അപ്പം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടൊരു ഐഡിയ കിട്ടി എന്തൊക്കെ ചേഞ്ചസിലൂടെയാണ് നമ്മൾ കടന്നു പോയിട്ടുള്ളത് എന്നല്ലേ? യൂറോപ്പിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും എന്തൊക്കെ ഇൻഫ്ലുവൻസസ് ആണ് വന്നിട്ടുള്ളതെന്നൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ചാപ്റ്റർ കുറച്ചും കൂടെ പഠിക്കാനുണ്ട്, നമുക്കത് വേറൊരു സെഷനിൽ പറയാം. ഓക്കെ.